കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ രജനീകാന്തല്ല ഇങ്ങനെ തലയിൽ കിട്ടുന്നത്. നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് മഷ്റൂം കട്ട് ചെയ്യുന്നതെന്ന്. നമുക്ക് എങ്ങനെ മഷ്റൂം കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ സാധാരണ പിള്ളേർക്ക് ഇങ്ങനെ ഒരു വിടും വെച്ചിട്ട് തട്ടായിട്ട് വെട്ടാറുണ്ട് സാധാരണ കടയിൽ വെച്ചെന്ന് കഴിഞ്ഞാൽ. അപ്പം നമ്മളിവിടെ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അമ്മമാർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു ട്രിക്സാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ ആദ്യം വേണ്ടത് ഒന്നെങ്കിൽ സെലോ ടേപ്പ്, അല്ലെങ്കിൽ ഇത് എൻ്റെ അടുത്ത് മാസ്കിൻ ടേപ്പാണുള്ളത്. കുറച്ചും കൂടി വീതി ഉള്ളതാണെങ്കിൽ എളുപ്പമുണ്ട്. വീതി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇച്ചിരി വീതി ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പം മുകളിലേക്ക് കട്ടായി പോകാതിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ചെറുതായിരിക്കുന്നത് ഞാൻ സൂക്ഷിച്ച് വെട്ടിയില്ലെങ്കിൽ മോൾ ഭാഗം പോകും. അപ്പോൾ എനിക്ക് മോൾ ഭാഗത്ത് ഞാൻ കട്ട് ചെയ്യുന്നില്ല, താഴ്ഭാഗത്ത് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ. അതാണ് മഷ്റൂം കട്ട്. പണ്ട് അപ്പാച്ചി കട്ടെന്നൊക്കെ പറയുമായിരുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അത് ഈ ഫ്രണ്ടൊന്നും ഇങ്ങനെ നേരെ, ഫ്രണ്ട് ഇങ്ങനെ ജസ്റ്റ് നേരെ വയ്ക്കും. ഫ്രണ്ട് നമ്മൾ വെട്ടുന്നില്ല, അങ്ങനെ അവസാനം വെട്ടുന്നുള്ളൂ. ഈ ബാക്കെല്ലാം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ താത്തിട്ടണം. ഈ സൈഡിൽ സെലോ ടേപ്പ് എടുത്തിട്ട് നമുക്ക് ഞാൻ ഈ ഹൈറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഇതിനേക്കാളും ഉയരത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പല ഓപ്ഷനുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് അയ്യോ ഇങ്ങനെ നീളത്തിലെടുത്തു. നീളത്തിൽ നമുക്ക് ഇത് ചുറ്റി വരാനുള്ള നീളത്തിൽ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ രജനീകാന്തല്ല ഇങ്ങനെ തലയിൽ കിട്ടുന്നേ ഭാഷ. എന്നിട്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇങ്ങനെ ഏകദേശം ഒരു കറക്റ്റായി എന്ന് വിചാരിക്കുമ്പം അങ്ങ് മുറിച്ച് കളഞ്ഞാൽ ഏകദേശം ലെവലായി. കണ്ടോ, ഏകദേശം സ്ട്രൈറ്റ് അല്ലേ ഇരിക്കുന്നത്, കണ്ടല്ലേ. ഞാനിപ്പോൾ 16 mm ആയിട്ടിരിക്കുന്നത്. ഇത് മീഡിയം സൈസാണ്. നിങ്ങൾക്ക് ഇനി കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് വലിയതായിട്ട് കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുവാണ്. അപ്പം എങ്ങോട്ടും നോക്കണ്ട, സെടപടേന്ന് ഇവിടെ ഒരു കൈ ഉമ്മാങ്ങ് വെക്കുക. കണ്ടോ, വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഇത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അമ്മമാർ ഇതൊരു സെലോ ടേപ്പൊക്കെ എടുത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്യുക. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മെഷീൻ കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാനിത് രണ്ടാമത് ഇത് മാറ്റി ഒട്ടിച്ചിരുന്നു, കാരണം ചെവിയുടെ ഭാഗത്ത് എനിക്ക് ലെവലിൽ ചെയ്യാൻ പറ്റിയില്ല, കുറേ താന്നു പോയി. അതുകൊണ്ട് ഞാൻ രണ്ടാമത് മാറ്റി ഒട്ടിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാം, വളരെ എളുപ്പമാണ്. ഏകദേശം സംഭവം ശരിയായിട്ടുണ്ട്. നമുക്ക് ഭയങ്കര വൃത്തിയായിട്ടില്ല, എന്നാലും ഏകദേശം ഒരു രീതി. നല്ല പേരാണ്. ചീപ്പെടുക. ചീപ്പെടുത്തു. ഏകദേശം കണ്ടോ, നമുക്ക് വലിയ സംഭവമൊന്നുമല്ല, അങ്ങനെ ഒറ്റയ്ക്കല്ലേ ചെയ്ത്. കണ്ടോ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കേട്ടോ, വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ കൂടുതൽ നന്നാവും. അതുകൊണ്ട് പിന്നെ എൻ്റെ സൈഡ് ഇപ്പം ചെയ്യണം. അത് നമ്മുടെ ഫ്രണ്ടുണ്ട്, പുള്ളി ചെയ്തു തരും. സൈഡ് നമുക്ക് ചെയ്യാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ പണ്ടിങ്ങനെ മഷ്റൂം കട്ട് ചെയ്യുമായിരുന്നു, ഇപ്പം ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് തന്നെ ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് നമ്മുടെ ഫ്രണ്ട് ചെയ്തു തരും. ഞാൻ ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം. കേട്ടില്ല, ഇതുപോലെ ചുമ്മാ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും കുറേയൊക്കെ. അപ്പം ബാക്കിയുള്ളത് നമ്മുടെ ഫ്രണ്ട് ചെയ്ത് തരും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത കിടിലം വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. അമ്മച്ചിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് പിള്ളേർക്ക് കൊടുക്കുക മഷ്റൂം കട്ട്. ബൈ ബൈ.